നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് മഹീന്ദ്രയുടെ CJ500 എന്ന് പറയുന്ന മോഡലാണ്. ജീപ്പ് എന്നൊരു കാര്യം മനസ്സിൽ വരുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ഒരു ഷേപ്പ് ഈ ഒരു വാഹനത്തിൻ്റെയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് കൂടെയായ ഹർഷാദ് സാബുവിൻ്റെ വണ്ടി നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും വണ്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്തും ഏകദേശം ഒരു ദിവസമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കാരണം ഒരുപാട് വീഡിയോ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മഹീന്ദ്രയുടെ CJ500Di എന്ന് പറയുന്ന വാഹനമാണ്. CJ എന്ന് പറഞ്ഞാൽ സിവിലിയൻ ജീപ്പ്. വില്ലസുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ മഹീന്ദ്ര 1994 വരെ CJ എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് വാഹനങ്ങൾ യൂസ് ചെയ്തു. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് 2 ഹോണുകളും 2 പ്രൊജക്ടർ ലൈറ്റുകളുമാണ്. ഇതൊക്കെ ചാർജ് ചെയ്യില്ലേ, മോഡിഫിക്കേഷൻ അല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവും. ഉറപ്പായിട്ടും നിങ്ങളുടെ ടൈം അനുസരിച്ചിരിക്കും ഇതിൻ്റെയൊക്കെ ചാർജിങ് വരുന്നത്. കാരണം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് വയനാട് നിന്ന് ചുരമിറങ്ങി വരുമ്പോൾ അവനെ പോലീസ് പിടിച്ചു നിർത്തി. അവനോട് ചോദിച്ചു, എന്തിനാണ് ബൊലേറോ നീ ആൾട്ടർ ചെയ്ത് കൊണ്ടെടുക്കുന്നതെന്നാണ്. ആക്ച്വലി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വാഹനം G-Wagon ആയിരുന്നു. അത് G-Wagon ആണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ അവന് കുറച്ച് സമയമെടുത്തു. കൂടെ അതിൻ്റെ ഒരു ഷോക്കും. ഇത്രയും കാശ് കൊടുത്തൊരു വാഹനം വാങ്ങിയതല്ലേ. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിലേക്ക് തന്നെ പോവാം. ഈ ഒരു CJ ബാഡ്ജിങ്ങിന് ശേഷം 94 ശേഷം CL സിവിലിയൻ എന്ന് മാത്രമാക്കിയിട്ട് ഷോർട്ട് ഫോം യൂസ് ചെയ്താണ് പിന്നെ മഹീന്ദ്ര വാഹനങ്ങൾ ഇറക്കിയത്. ജീപ്പുകളിൽ പൊതുവെ കാണുന്ന റൗണ്ട് ടൈപ്പ് ഹെഡ്ലൈറ്റും 7 ഫോൾഡഡ് ഗ്രില്ലും ഒക്കെയാണ് ഇതിലും വരുന്നത്. ഇൻഡിക്കേറ്റർ 2 സൈഡിലേക്ക് സ്ക്വയർ ടൈപ്പിലേക്ക് മാറിയിട്ടുണ്ട്. മുന്നേ വരുന്ന മോഡലുകളിൽ റൗണ്ട് ടൈപ്പിൽ സെൻട്രലായിരുന്നു വന്നിരുന്നത് ഹെഡ്ലൈറ്റിന് താഴെ. യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്ന മീശ പോലുള്ള ബമ്പറും മഡ്ഗാർഡുമെല്ലാം CL500 വന്നതിന് ശേഷമാണ് മഹീന്ദ്ര വാഹനത്തിന് നൽകിയിരുന്നത്. ഈ ഒരു വാഹനത്തിന് നമുക്ക് ഇത് കാണാൻ കഴിയും. പിന്നെ ഈ വാഹനത്തിന് വരുന്ന ടയർ നോക്കുകയാണെങ്കിൽ കാണുന്നത് 16 ഇഞ്ചിൻ്റെ ഒരു ഡിസ്കും MRFൻ്റെ ടയേഴ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോർമൽ വാഹനത്തിൽ വരുന്ന അതേ ഒരു പാറ്റേൺ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അഡീഷണൽ ആയിട്ട് ഇതിൽ വേറൊന്നും ചെയ്തിട്ടില്ല. വാഹനത്തിൻ്റെ ഹുഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് കളറിലെ ഒരു സോഫ്റ്റ് ഹുഡാണ് കമ്പനി നൽകിയിരുന്നത്. പിന്നീട് വന്ന വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തത എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്കാണ്. 60 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ടാങ്ക് പാസഞ്ചർ സീറ്റിന് താഴെയായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്ത് തന്നെ അതിൻ്റെ ഓപ്പണിങ്ങും ഫ്യൂൽ ഫില്ല് ചെയ്യുന്ന ഓപ്പണിങ്ങും വരുന്നുണ്ട്. ഇതാണ് ആ ഒരു ഫ്യൂൽ ടാങ്ക് വരുന്നത്. പിന്നെ പറയാനുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിൽ ടയറിന് മുകളിലുമായിട്ട് ഒരു വീലാർച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഡും ഒക്കെ ബോഡിയിലേക്ക് വരുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അതും. ഏറ്റവും പുറകിൽ നോക്കുകയാണെങ്കിൽ 2 ബ്രേക്ക് ലൈറ്റുകൾ വരുന്നത് സ്ക്വയർ ടൈപ്പിലാണ്. ഇതിനു മുന്നേ വന്നിരുന്ന മോഡലുകളിൽ റൗണ്ട് ടൈപ്പിലായിരുന്നു ബ്രേക്ക് ലൈറ്റ് ഒക്കെ വന്നിരുന്നത്. ഈ ഒരു ബ്രേക്ക് ലൈറ്റിൻ്റെ അസംബ്ലിയിൽ പാർക്ക് ലൈറ്റ്, ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ് 3ഉം സ്ക്വയർ ടൈപ്പ് തന്നെ വന്നിട്ടുണ്ട്. ഏറ്റവും അടിയിലായിട്ട് നമ്പർ പ്ലേറ്റിന് മുകളിൽ ഒരു ലൈറ്റ് വരുന്നുണ്ട്. വണ്ടിയുടെ സെൻട്രലായിട്ട് ഒരു ഫുഡ് സ്റ്റെപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ ഡോർ തന്നെയാണ് സ്പെയർ ടയറും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ബാഡ്ജിങ് നിങ്ങൾക്ക് കാണാം, CL550 MDI. ഇത് എക്സ്ട്രാ പിന്നീട് സ്റ്റിക്കർ ചുമ്മാ ചെയ്തു വെച്ചതാണ്. ആക്ച്വലി ഈ വാഹനം അതല്ല വരുന്നത്. ഈ ബാക്കിലെ സീറ്റിംഗ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഫേസ് ടു ഫേസ് ഇരിക്കാവുന്ന സീറ്റാണ്. ഇതിന് ശരിക്കും കപ്പാസിറ്റി എന്ന് പറയുന്നത് 4 പേരാണ് ബാക്കിൽ. പക്ഷേ നമുക്ക് 1 വരികയാണെങ്കിൽ ഒരുപാട് പേര് പോകും.
നമുക്ക് ഏതായാലും എൻജിൻ്റെ റൂം ഒന്ന് തുറന്ന് കാണാം. ഈ ഒരു വാഹനത്തിന് വരുന്നത് 4 സിലിണ്ടർ ഇൻലൈൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ഡീസൽ എഞ്ചിനാണ്. 2523 cc MDI 2500A എന്ന് പറയുന്ന ശ്രേണിയിലെ എഞ്ചിനാണ് ഈ വാഹനത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനാണിത്. മാത്രമല്ല ഈ ഒരു ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് തന്നെ ഹീറ്റർ പ്ലഗിൻ്റെ ഒരു ആവശ്യം ഈ ഒരു വാഹനത്തിന് വരാറില്ല. സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ പക്ക ഒരു ഒറ്റ ക്രാങ്കിൽ കിട്ടുന്ന ഒരു എൻജിൻ വേണമെങ്കിൽ നമുക്കിത് പറയാം. വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ ഇതിന് ഡോറില്ല, ഒരു ഹാൻഡ് റെസ്റ്റ് ടൈപ്പിൽ ഒരു മെറ്റലിൻ്റെ അത് കൊടുത്തിട്ടുണ്ട് അഡീഷണൽ. ഈ ജീപ്പിൻ്റെ സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ല വട്ടം കൂടിയ ഒരു സ്റ്റിയറിംഗ് ആണ്. മഹീന്ദ്രയുടെ ഒരു ബാഡ്ജിങ് സെൻട്രലായിട്ട് വരുന്നുണ്ട്. ഒരു സ്റ്റാർട്ടിംഗ് ബട്ടൺ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വലിയ ലൈറ്റ് ഇൻഡിക്കേഷൻസ് ആണ് വാഹനത്തിന് വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ഒക്കെ കൊടുത്തിരിക്കുന്നത്. സെൻട്രലായിട്ട് വാഹനത്തിൻ്റെ സ്പീഡോമീറ്റർ, ആംബിയർ മീറ്റർ എല്ലാം വരുന്നുണ്ട്. സ്റ്റോപ്പ് ഒരു ലിവറിലാണ്, സ്റ്റോപ്പ് ലിവറാണ് വാഹനത്തിന് യൂസ് ചെയ്യുന്നത്. വാഹനത്തിൻ്റെ ഗിയർ സിസ്റ്റം വരുന്നത് 3+1 ആണ്. ഇതാണ് വാഹനത്തിൻ്റെ റിവേഴ്സ് വരുന്നത്. ഇത് ഫസ്റ്റ് ഗിയർ, ഇത് സെക്കൻഡ്, തേർഡ്. ഇത്രയാണ് ഇതിൻ്റെ ഗിയർ വരുന്നത്. ഈ സ്റ്റാർട്ടിങ്ങിൽ നമുക്കിത് കാണിക്കാൻ കഴിയുന്നത്. പിന്നെ നല്ലപോലെ വലിക്കണത്. ഓക്കെ, വണ്ടിയുടെ ഹുഡ് നോക്കുകയാണെങ്കിൽ മുകളിലായിട്ട് സോഫ്റ്റ് ഹുഡ് വരുന്നുണ്ട്. അഡീഷണലായിട്ട് 2 ഹാൻഡ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് മുകളിൽ. അപ്പോൾ ഞാനും ഷെബീറും കൂടെ കുറച്ച് യാത്ര ചെയ്യാൻ പോവാണ്. ഈ ഒരു വാഹനത്തിൻ്റെ കുറച്ച് ഷോട്ടുകൾ അദ്ദേഹത്തിൻ്റെ മേലെ ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഞാൻ ചെയ്യുമ്പോൾ കുറച്ച് വ്യൂ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ നമ്മുടെ ഷെബീറിൻ്റെ കൂടെ പോയി നോക്കാം. പിന്നെ നമുക്ക് പറയാനുള്ള ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജാണ്. മൈലേജ് നമുക്കൊരു 10-12 ആ ഒരു റേഞ്ചിൽ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഒന്നാമത് ഇതിനൊരു 3 ഗിയർ മാത്രമാണുള്ളത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ മാത്രമാണ് അതിൻ്റെ മൈലേജ് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ ഒക്കെ ഷെബീറിൻ്റെ ഹെഡ് പൊസിഷനിലുള്ള ക്യാമറയിലാണ് കാണുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു റോഡിൻ്റെ വ്യൂ ഒക്കെ കറക്റ്റായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ജീപ്പ് റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ട് ഓടിക്കാതെ വിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ഏതായാലും വണ്ടിയുമായിട്ട് കുറച്ച് ദൂരം പോകാൻ പോവാണ്.
ഫ്രണ്ടിലെ സീറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു ജീപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇതിൻ്റെ രസം. ഓക്കെ, DI. ഇപ്പോൾ ജീപ്പിന് ഒരു പറയത്തക്ക റോഡൊന്നും വേണ്ട, നമ്മൾ ഈ പോകുന്നതാണ് ശരിക്കും ജീപ്പിൻ്റെ റോഡ് എന്ന് പറയുന്നത്. ഈ ഒരു പോകുന്നത് ഒരു വഴിയൊന്നുമല്ല. ഞാനിപ്പോൾ വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം താഴേക്ക് എടുത്തു എന്ന് മാത്രം. നല്ലൊരു സ്മൂത്ത് പവർ ഡെലിവറിയും നല്ലൊരു പിക്കപ്പും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനമാണ് ഈ CJ 500 DI എന്ന് പറയുന്നത്. ഇതിന് വേണ്ടി ഇപ്പോൾ നമുക്കൊരു നെഗറ്റീവ് പറയാമെന്നുള്ളത് ഒരു 3 ഗിയർ മാത്രമാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നല്ല ഒരു റഫ് സ്വഭാവം വണ്ടിയുടെ കാണിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ആ ഒരു നോയ്സും കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. ഒരു സ്ട്രൈറ്റ് റോഡാണെങ്കിലാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. എന്നാലും ഈ ഒരു വാഹനവുമായിട്ട് പണ്ട് കാലങ്ങളിൽ ഹോസ്പിറ്റൽ കേസൊക്കെ നല്ല രീതിയിൽ ചീറി പാഞ്ഞ് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഹെഡ്ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ആ ഒരു കൺട്രോളിലും ആ ഒരു ഗിയറിലും ആളുകൾ ഈ ഒരു വാഹനം നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. പിന്നെ ഈ വാഹനങ്ങൾ പഴയ വാഹനങ്ങൾക്കൊക്കെ വരുന്നൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് പുതിയൊരു മോഡൽ ഇറങ്ങിയ ആ ഉടനെ തന്നെ അതിൻ്റെ പാർട്സ് നമ്മൾ വാങ്ങിയിട്ട് പഴയ വാഹനങ്ങളിൽ കയറ്റും. കാരണം പുതുതായി വരുമ്പോൾ നമുക്ക് ആ ഒരു ആകാംക്ഷ കൂടുതലായിരിക്കും. പക്ഷേ ആ ഒരു ട്രെൻഡ് ഇപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ വാഹനം ഏത് മോഡലിലാണ് നിൽക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കൊണ്ടുപോകാനും പഴയ രൂപത്തിലേക്ക് കൊണ്ടുപോകാനാണ് ആളുകൾ ട്രെൻഡ്. മഹീന്ദ്ര ഇനി എത്ര വണ്ടി ഇറക്കിയാലും ഈ വണ്ടിയുടെ ഒരു ഫാൻസ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലാണ്. കാരണം ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീല് അത് വേറെ ഏതൊരു വണ്ടി എടുത്താലും നമുക്ക് കിട്ടില്ല. ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഹോണ് വെറുതെ അടിയുന്നുണ്ട്. സ്റ്റിയറിംഗ് ഓടിക്കുന്ന സമയത്ത് എവിടെയോ ഷോർട്ട് ഉണ്ട് തോന്നുന്നു. അപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, കാരണം പുതിയ വീഡിയോകൾ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. ബാക്കിലെ ഡോറിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വരുന്നുണ്ട്. അതൊരു ചെറിയ ബീഡിങ്ങിൽ തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ, അത് തീർക്കണം.